ഹലോ ഫ്രണ്ട്സ്, നമസ്കാരം. ഞാൻ രവി, പാലക്കാട്. AC വാഷിംഗ് മെഷീൻ, ഫ്രിഡ്ജിൻ്റെയൊക്കെ PCB റിപ്പയർ ചെയ്യുന്നയാൾ. ഇന്ന് സാംസങ്ങിൻ്റെ ഒരു സിംഗിൾ ഡോർ ഫ്രിഡ്ജിൻ്റെ ബോർഡാണ് കിട്ടിയിരിക്കുന്നത്. വെച്ചാൽ എന്താ അതിൻ്റെ ഒരു കംപ്ലയിൻ്റ് എന്ന് വെച്ചാൽ എല്ലാം ക്ലിയറായി വർക്ക് ചെയ്യും, പക്ഷേ ഒരു അരമണിക്കൂർ കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ഓഫായിട്ട് ഇതിനകത്ത് 8 പ്രാവശ്യം ബ്ലിങ്കിങ് ആവും, 8 ടൈം ബ്ലിങ്കിങ്. അപ്പോൾ അതിൻ്റെ കംപ്ലയിൻ്റ് എന്താണെന്നുള്ളത് നോക്കാം. ഒരുപാട് സമയം ഇതിനടുത്ത് ഇരിക്കേണ്ടി വരും, കാരണം എന്ന് വെച്ചാൽ ക്ഷമയോടെ കാത്തിരുന്നാലേ ആ ഫാൾട്ട് കിട്ടും. എന്നാൽ എപ്പോഴും അങ്ങനെ ഇല്ലതാനും. അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. ഈ ബോർഡ് ഇതിന് മുമ്പ് ഞാൻ ഇതിൻ്റെ വോൾട്ടേജും ഇതിൻ്റെ ഫങ്ഷനും കംപ്ലയിൻറ്റ് വരാൻ സാധ്യതയുള്ളതും മറ്റുള്ള കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ഡീറ്റെയിൽഡായിട്ടൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് കൂടുതൽ വിശദീകരിച്ച് ടൈം വേസ്റ്റ് ചെയ്യുന്നില്ല. നമുക്ക് ഇതിലെ ഫാൾട്ട് മാത്രം നോക്കാം. എന്നിട്ട് ഇതിന് മുമ്പുള്ള വീഡിയോൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പോൾ അത് രണ്ടും കൂടെ കമ്പയർ ചെയ്താൽ നമുക്ക് കുറേ കൂടെ ക്ലിയർ ആവുമെന്ന് വിചാരിക്കുന്നു. ഇപ്പോൾ ഇതിൽ മെയിനായിട്ട് നോക്കാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, കംപ്രസർ എന്നായാലും ശരി, ഇവിടുന്ന് മെയിൻ വോൾട്ടൊന്നും ഒരു ഫീഡ്ബാക്ക് അല്ലെങ്കിൽ ഒരു സാമ്പിൾ വോൾട്ട് ഈ സിസ്റ്റത്തിലേക്ക് കൊടുക്കുന്നുണ്ട്. ഇതുണ്ടോ, ഇവിടെ ഒരു 3 റെസിസ്റ്റൻസ്, കംപ്രസറിൻ്റെ UVW 3, 3, 6, 9 റെസിസ്റ്റൻസ്, അതായത് 3 റെസിസ്റ്റൻസ് വെച്ചിട്ട്, ഹൈ വാല്യൂ റെസിസ്റ്റൻസ് വെച്ചിട്ട് നമുക്ക് ഈ ഇതിലേക്ക് ഫീഡ്ബാക്ക് വന്നാലേ ഈ പ്രൊസീജിയർ കറക്റ്റായിട്ട് വർക്ക് ചെയ്യുള്ളൂ. അതിന് മുമ്പേ പറഞ്ഞിട്ടുള്ളതാണ്, അത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് അല്ലേ. അപ്പോൾ നമുക്ക് മറ്റുള്ള വോൾട്ടേജ് ഒന്നും ചെക്ക് ചെയ്യുന്ന കാര്യം ഞാൻ പറഞ്ഞല്ലോ, അതിലൊന്നും ഇപ്പോൾ ചെക്ക് ചെയ്യുന്നില്ല. മെയിനായിട്ട് ഈ കാര്യങ്ങൾ മാത്രം നോക്കാം. ഇതേ മൾട്ടിമീറ്റർ നമ്മൾ റെസിസ്റ്റൻസ് മോഡിലിടുന്നു. ഇതിൽ വന്നിട്ട് ഇതേ 3003 റെസിസ്റ്റൻസ് കാണിക്കുന്നത്, അതായത് 300K. നമുക്ക് ഓരോന്നും ചെക്ക് ചെയ്യാം. 272 ആവറേജ് കാണിക്കുന്നുണ്ട്, 272K, 258, 270 ആവറേജ്, 270യുടെ ഇതിൽ എല്ലാം കാണിക്കണം. അതുകൊണ്ടോ എല്ലാം ആ 9 റെസിസ്റ്റൻസും സെയിം അതേപോലെ കറക്റ്റായിട്ട് കാണിക്കുന്നുണ്ട്. അതേപോലെ എല്ലാം കാണിക്കുന്നുണ്ട്. അതേപോലെ ഇവിടുന്ന് ഒരു 3 റെസിസ്റ്റൻസ് ഹൈ വാല്യൂ സെയിം 300Kയുടെ 3 SMD റെസിസ്റ്റൻസ് ഇട്ടിട്ട് ഇവിടെ ഒരു ഫിൽറ്റർ കൊടുത്ത് ഇവിടുന്ന് അത് ഇതേപോലെ ഈ പോയിൻറ്റിൽ വരുന്നുണ്ട്. ഇതിന് മുമ്പേ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇവിടെ ഒരു 2.2 വോൾട്ട് നമുക്ക് വരണമെന്നുള്ളത്. അത് ഈ റെസിസ്റ്റൻസ് വഴിയാണ് വരുന്നത്. നമുക്ക് ഈ റെസിസ്റ്റൻസുകളൊന്ന് ചെക്ക് ചെയ്യാം. 199, 2K, അതുകൊണ്ടോ ഈ ഇടയുള്ള റെസിസ്റ്റൻസ് വന്നിട്ട് കറക്റ്റായി കാണിക്കുന്നില്ല, വാല്യൂ കറക്റ്റല്ല. നമുക്കൊന്നുകൂടെ ചെക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, 198. ഇനി നമുക്ക് നോർമൽ സ്റ്റേജിൽ ഇതൊന്ന് ചെക്ക് ചെയ്യാം, ടെസ്റ്റ് ചെയ്യുന്ന കാര്യങ്ങൾ ഞാൻ മുമ്പേ ഒരുപാട് പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്, എങ്കിലും കുഴപ്പമില്ല. ന്യൂട്രൽ കൊടുത്തു, ഫേസ് കൊടുത്തു. ഇതാണ് ഫേസിൻ്റെ കണക്ഷൻ. അപ്പോൾ ഇതെന്തായാലും ഫേസ് വഴിയാണല്ലോ പോണേ, അതുകൊണ്ടാണ് ഇവിടെ കൊടുത്തത്. കാരണം ഇത് രണ്ടും കൂടെ ടച്ച് ആവാൻ ഇട കൊടുക്കണ്ടെന്നുള്ള ഇതിൽ. പിന്നെ നമുക്കറിയാം, കംപ്രസർ ചെക്ക് ചെയ്യാൻ വേണ്ടി ഞാൻ ഒരു ഇൻഡോർ മോട്ടറിൻ്റെ AC ഇൻഡോർ DC മോട്ടറിൻ്റെ ഫാന് ചെറിയ ആൾട്രേഷനൊക്കെ ചെയ്തിട്ട് ഒരു ഡിവൈസ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതും ഞാൻ മുമ്പേ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളതാണ്. നമുക്ക് അതിൻ്റെയും ഡീറ്റെയിൽസ് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഇപ്പോൾ ഞാൻ ഓൺ ചെയ്യാൻ പോവാണ്. ഓൺ ചെയ്യുമ്പോൾ ഒരു പ്രാവശ്യം ഇവിടെ ബ്ലിങ്ക് ആവും. അത് കഴിഞ്ഞാൽ 3 മിനിറ്റ് കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് വേറെ കംപ്ലയിൻ്റ് ഇല്ലെങ്കിൽ വർക്ക് ചെയ്യണം. ഓക്കെ, ബ്ലിങ്കിങ് ആയി, അധികം വൈകാണ്ട് തന്നെ വർക്ക് ചെയ്യും. ഓക്കെ ഫ്രണ്ട്സ്, ഇതിപ്പോൾ ക്ലിയറായി വർക്ക് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. കംപ്രസർ എടുത്തു. ഇനി
വേറെ പ്രശ്നമൊന്നും ഉണ്ടാവില്ല എന്നാണ് വിചാരിക്കുന്നത്. ഓക്കെ, വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.